നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അപ്പോൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ തുടങ്ങിയവരുടെ കോളനിയായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. 1872 ബ്രിട്ടീഷുകാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പിടിച്ചെടുത്തു. 1942 ജപ്പാൻ സൈന്യം ദ്വീപുകൾ കൈവശപ്പെടുത്തുകയും ചെയ്തു. നേതാജി ദ്വീപുകളെ ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് പുനർനാമകരണം ചെയ്തു. 1947 ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഇന്ത്യയോട് ചേർത്തു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങൾ ഒഞ്ച്, ജരാവ, സെന്റിനെല്ലീസ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പ്രധാന ദ്വീപുകൾ നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, സൗത്ത് ആൻഡമാൻ, ലിറ്റിൽ ആൻഡമാൻ. ബേ ഐലൻഡ് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. അപ്പോൾ ബേ ഐലൻഡ് എന്നറിയപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. എമറാൾഡ്സ് ഐലൻഡ് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം അപ്പോൾ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തെ മൊത്തം ദ്വീപുകളുടെ എണ്ണം 572 ആണ്. ഇന്ത്യൻ സേനാ വിഭാഗങ്ങളുടെ സംയുക്ത കമാൻഡ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. സ്വാതന്ത്ര്യ ജ്യോതി സ്ഥിതി ചെയ്യുന്നത് സെല്ലുലാർ ജയിലാണ്. സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലെയർ ആണ്. സെല്ലുലാർ ജയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് 1906 മാർച്ച് 10 സെല്ലുലാർ ജയിലിലെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചത് 1979 ഫെബ്രുവരി 11 സെല്ലുലാർ ജയിലിലെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. സെല്ലുലാർ ജയിലിലെ ഗവൺമെൻറ് ഏറ്റെടുത്തത് 1984 സൈബീരിയ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ജയില് സെല്ലുലാർ ജയിലാണ്. സെല്ലുലാർ ജയിലിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചത് 2006 മാർച്ച് 10 ആൻഡമാനിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം മ്യാൻമർ ആണ്. നിക്കോബാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. പോർട്ട് ബ്ലെയർ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം വീർ സവർക്കർ വിമാനത്താവളമാണ്. ആൻഡമാനിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി സാഡിൽ കൊടുമുടിയാണ്. ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപ് മിഡിൽ ആൻഡമാൻ ആണ്. ആൻഡമാൻ നിക്കോബാറിൻ്റെ വടക്കേ അറ്റം നോർത്ത് ആൻഡമാൻ ആണ്. ആൻഡമാനിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് സൗത്ത് ആൻഡമാൻ ആണ്. പോർട്ട് ബ്ലെയർ സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ആൻഡമാനിലാണ്. നക്കവരം എന്നറിയപ്പെടുന്ന ദ്വീപുകൾ നിക്കോബാർ ദ്വീപുകളാണ്. നിക്കോബാർ ദ്വീപുകളെ നക്കാവരെ എന്ന് വിശേഷിപ്പിച്ച സഞ്ചാരി ഇറ്റ്സിംഗ് ആണ്. നക്കാവരം എന്ന പദത്തിൻ്റെ അർത്ഥം നഗ്നരുടെ നാട്. ഏഷ്യയിലെ ഏറ്റവും വലിയ തടിമില്ല് സ്ഥിതി ചെയ്യുന്ന ആൻഡമാനിലെ ദ്വീപ് ചാതം ദ്വീപാണ്. ആധുനിക നിക്കോബാറിൻ്റെ പിതാവ് ബിഷപ്പ് ജോൺ റിച്ചാർഡ്സൺ ആണ്. 1957 ആദിവാസി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ട ദ്വീപ് ലിറ്റിൽ ആൻഡമാൻ. ലിറ്റിൽ ആൻഡമാനെയും സൗത്ത് ആൻഡമാനെയും വേർതിരിക്കുന്ന ഇടനാഴിയാണ് ഡങ്കൻ പാസേജ്. ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന ചാനൽ 10 ഡിഗ്രി ചാനലാണ്. നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് നിക്കോബാർ ആണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപാണ്. ബാരൻ ദ്വീപ് ഇതുവരെ എത്ര പ്രാവശ്യം പൊട്ടിത്തെറിച്ചു? 6 പ്രാവശ്യം ബാരൻ ദ്വീപ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ആദ്യമായി പൊട്ടിത്തെറിച്ച വർഷം 1797 അവസാനമായി പൊട്ടിത്തെറിച്ചത് 2015 മാർച്ചിലാണ്.
ആൻഡമാനിലെ നിർജീവ അഗ്നിപർവ്വതം നാർക്കോണ്ടമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഇന്ദിര പോയിന്റ് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഗ്രേറ്റ് നിക്കോബാർ ആണ്. പാഴ്സൺസ് പോയിന്റ്, പിഗ്മാലിയൻ പോയിന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഇന്ദിര പോയിന്റ് ആണ്. ഇന്ദിര പോയിന്റിന്റെ ആ പേര് ലഭിച്ച വർഷം 1986 ആണ്. ആൻഡമാനിലെ പ്രധാന ദ്വീപുകൾ കാർ നിക്കോബാർ, ലിറ്റിൽ നിക്കോബാർ, ഗ്രേറ്റ് നിക്കോബാർ. ആൻഡമാൻ നിക്കോബാറിന്റെ വ്യോമസേന ആസ്ഥാനം കാർ നിക്കോബാർ. നിക്കോബാറിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് നിക്കോബാർ ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സുനാമിയെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ സീ വേവ്സ്. ഝാൻസി റാണി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? അപ്പോൾ കൽക്കട്ട ഹൈക്കോടതിയുടെ പരിധിയിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ അഡ്മിനിസ്ട്രേറ്റർ ലഫ്റ്റനന്റ് ഗവർണറാണ്. ആൻഡമാൻ നിക്കോബാറിന്റെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മലയാളി വക്കം പുരുഷോത്തമനാണ്. ആൻഡമാന്റെ ആദ്യ തലസ്ഥാനമായിരുന്ന ദ്വീപ് റോസ് ദ്വീപാണ്. കേന്ദ്ര കൃഷി പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലെയർ ആണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അടുത്തത് വരുന്നത് ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. ലക്ഷദ്വീപിലെ പ്രധാന ഭാഷകൾ മഹൽ, ജസ്രി, മലയാളമാണ്. കേരളത്തിലെ തീരപ്രദേശത്ത് നിന്നും 280 കിലോമീറ്റർ മുതൽ 480 കിലോമീറ്റർ അകലെയാണ് ലക്ഷദ്വീപ് സമൂഹം. ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം 36 ആണ്. ജനവാസമുള്ളവ 10 ആണ്. പ്രധാന ജനവാസ ദ്വീപുകൾ കവരത്തി, മിനിക്കോയ്, കൽപ്പേനി, അന്ത്രോത്ത്, അഗത്തി, അമിനി, കഡ്മറ്റ്, കിൽത്താൻ, ചെറ്റ്ലത്, ബിത്ര. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് വരുന്നത് അന്ത്രോത്താണ്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് വരുന്നത് ബിത്രയാണ്. മലയാളം ഔദ്യോഗിക ഭാഷയായ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. പട്ടികജാതിക്കാർ ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഏറ്റവും കുറച്ച് വോട്ടർമാരുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. 16-ാം നൂറ്റാണ്ടിൽ ചിറക്കൽ രാജവംശത്തിന്റെ നിയന്ത്രണയിലായിരുന്നത് ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്ന ഭരണാധികാരി അറക്കൽ വംശക്കാരാണ്. ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ്? അപ്പോൾ കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് ലക്ഷദ്വീപ് വരുന്നത്. ലക്ഷദ്വീപിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ദ്വീപ് കവരത്തിയാണ്. കവരത്തിക്ക് മുമ്പ് ലക്ഷദ്വീപിന്റെ ആസ്ഥാനമായിരുന്നത് കോഴിക്കോടാണ്. ലക്ഷദ്വീപിലെ ഏക വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് അഗത്തിയാണ്. കോഴിക്കോട് നിന്നും കവരത്തിയിലേക്ക് ലക്ഷദ്വീപിന്റെ ഭരണകേന്ദ്രം മാറ്റിയത് 1964-ലാണ്. ലക്ഷദ്വീപിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം മാലിദ്വീപാണ്. ബ്രിട്ടീഷ് കോളനിയായ ലക്ഷദ്വീപ് ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായത് 1956 നവംബർ 1-നാണ്. ആദ്യകാലത്ത് ലക്ഷദ്വീപ് അറിയപ്പെട്ടിരുന്നത് ലക്കാദ്വീപ്സ് എന്നാണ്. 1973 നവംബർ 1-ന് ലക്ഷദ്വീപ് എന്ന ഔദ്യോഗിക നാമം ലഭിച്ചു. സ്വന്തമായി നിയമസഭയോ സമാജികരോ ഇല്ല. ഒരു ലോക്സഭാ മണ്ഡലം മാത്രമാണ് ലക്ഷദ്വീപിലുള്ളത്. ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായിരുന്ന മുൻ കേന്ദ്രമന്ത്രിയും മുൻ ലോക്സഭാ സ്പീക്കറുമായിരുന്ന വ്യക്തി PM സെയ്ദ് ആണ്. ലക്ഷദ്വീപിലെ ഇപ്പോഴത്തെ ലോക്സഭാ അംഗം മുഹമ്മദ് ഫൈസൽ PP ആണ്. ലക്ഷദ്വീപിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം പിടി പക്ഷി കേന്ദ്രമാണ് കവരത്തി. ലക്ഷദ്വീപിലെ പ്രധാന കാർഷിക വിള നാളികേരം. ലക്ഷദ്വീപിലെ പ്രധാന വ്യവസായം മത്സ്യബന്ധനമാണ്. ലക്ഷദ്വീപിന്റെ വടക്കേ അറ്റം ചെർബനിയനി റീഫാണ്. ലക്ഷദ്വീപിന്റെ തെക്കേ അറ്റം മിനിക്കോയ് ദ്വീപാണ്. സാക്ഷരത ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്.
ഇന്ത്യയിൽ പട്ടികവർഗ വിഭാഗ ശതമാനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം. അപ്പോൾ ഇന്ത്യയിലെ പട്ടികവർഗ വിഭാഗ ശതമാനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളുമായി മിനിക്കോയ് ദ്വീപിനെ വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനലാണ്. അപ്പോൾ ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളുമായി മിനിക്കോയ് ദ്വീപിനെ വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനലാണ്. അടുത്തത് വരുന്നത് പുതുച്ചേരിയാണ്. പുതുച്ചേരിയുടെ തലസ്ഥാനം പുതുച്ചേരിയാണ്. തെക്കേ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളായി ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. അപ്പോൾ തെക്കേ ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിലായി ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. അരിതമേഡ് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി നിയമസഭ രൂപീകരിക്കപ്പെട്ട കേന്ദ്രഭരണ പ്രദേശം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി നിയമസഭ രൂപീകരിക്കപ്പെട്ട കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. ഫ്രഞ്ചുകാരുടെ കോളനി ആയിരുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. പുതുച്ചേരിയിലെ 4 ജില്ലകളാണ് പുതുച്ചേരി, കാരയ്ക്കൽ, യാനം, മാഹി. പുതുച്ചേരിയിലെ ഏറ്റവും വലിയ ജില്ല പുതുച്ചേരിയാണ്. പുതുച്ചേരിയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹിയാണ്. അപ്പോൾ ഏറ്റവും വലിയ ജില്ല പുതുച്ചേരി, ഏറ്റവും ചെറിയ ജില്ല മാഹിയാണ്. 1673 ഫ്രഞ്ചുകാർ പുതുച്ചേരിയിൽ ആധിപത്യം ഉറപ്പിച്ചു. തമിഴ്നാട്ടിലെ ആർക്കോട് ജില്ലയിൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് പുതുച്ചേരി. 3 സംസ്ഥാനങ്ങളുമായി അതിർത്തിയുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. 1738 കാരയ്ക്കൽ ഫ്രഞ്ച് കോളനിയായി. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ചുറ്റപ്പെട്ടതാണ് കാരയ്ക്കൽ. അപ്പോൾ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ചുറ്റപ്പെട്ടതാണ് കാരയ്ക്കൽ. 1731 യാനം ഫ്രഞ്ച് കോളനിയായി. ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ജില്ലകൾക്കിടയിലാണ് യാനം. 1721 മാഹി ഫ്രഞ്ച് കോളനിയായി. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് മാഹി. കേരളത്തിനുള്ളിലായിട്ടും മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ പ്രദേശമായിട്ടാണ്, കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത സ്ഥലമാണ് മാഹി. അപ്പോൾ കേരളത്തിനുള്ളിലായിട്ടും മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ പ്രദേശമായിട്ടും കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത സ്ഥലമാണ് മാഹി. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജിതത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രീ അരബിന്ദോ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ എഡ്യൂക്കേഷൻ പുതുച്ചേരിയാണ്. ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. പുതുച്ചേരിയിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രദേശങ്ങൾ യാനം, കാരയ്ക്കൽ, മാഹിയാണ്. അരവിന്ദാശ്രമത്തിൻ്റെ ആസ്ഥാനം പുതുച്ചേരിയാണ്. ഫ്രഞ്ച് യുദ്ധ സ്മാരകം, റോയ്മാൻ റോളണ്ട് ലൈബ്രറി, ജോവാൻ ഓഫ് ആർക്ക് സ്ക്വയർ എന്നിവ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. അപ്പോൾ ഫ്രഞ്ച് യുദ്ധ സ്മാരകം, റോമൻ റോളണ്ട് ലൈബ്രറി, ജോവാൻ ഓഫ് ആർക്ക് സ്ക്വയർ എന്നിവ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹിയാണ്. അറബിക്കടലിൻ്റെ പുരികക്കൊടി എന്നറിയപ്പെടുന്ന പ്രദേശം മാഹിയാണ്. അപ്പോൾ അറബിക്കടലിൻ്റെ പുരികക്കൊടി, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല എന്നിവ മാഹിയാണ്. മാഹിയിലൂടെ ഒഴുകുന്ന നദിയാണ് മയ്യഴിപ്പുഴ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴയാണ്. 1954 പുതുച്ചേരി ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. 1962 ഇത് കേന്ദ്രഭരണ പ്രദേശമായി മാറി. അപ്പോൾ 1954 ചേർന്നു, 1962 കേന്ദ്രഭരണ പ്രദേശമായി. 2006 പോണ്ടിച്ചേരിയുടെ പേര് പുതുച്ചേരി എന്ന് പുനർനാമകരണം ചെയ്തത്. അപ്പോൾ 2006 പോണ്ടിച്ചേരി മാറി പുതുച്ചേരി ആയത്. പുതുച്ചേരി, യാനം, കാരയ്ക്കൽ എന്നിവ ബംഗാൾ ഉൾക്കടലിലോട്ട് ചേർന്നും മാഹി അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് പുതുച്ചേരി. പുതുച്ചേരിയിലെ പ്രധാന ഭാഷകൾ മലയാളം, തമിഴ്, തെലുങ്ക്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്. പുതുച്ചേരിയിലെ ഭരണത്തലവൻ ലഫ്റ്റനന്റ് ഗവർണർ. ആരവല്ലി മ്യൂസിയം, ചുനാമ്പർ റിസോർട്ട് എന്നിവ പുതുച്ചേരിയിലാണ്. പുതുച്ചേരിയുടെ പിതാവ് ഫ്രാൻകോയിസ് മാർട്ടിൻ. അടുത്തത് വരുന്നത് ചണ്ഡീഗഡ് ആണ്. അപ്പോൾ ചണ്ഡീഗഡിൻ്റെ തലസ്ഥാനം ചണ്ഡീഗഡ് ആണ്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡീഗഡ്. ചണ്ഡീഗഡിൻ്റെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പഞ്ചാബാണ്. ചണ്ഡീഗഡിൻ്റെ തെക്കും കിഴക്കും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹരിയാനയാണ്. 2 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ
തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡീഗഡ്. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും പൊതു ഹൈക്കോടതി ചണ്ഡീഗഡ് ഹൈക്കോടതിയാണ്. ചണ്ഡീഗഡിന്റെ ശില്പി ലേ കോർബൂസിയർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ചണ്ഡീഗഡാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ചണ്ഡീഗഡാണ്. ടെറസ്ഡ് ഗാർഡൻ, സുഖ്ന കൃത്രിമ തടാകം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡാണ്. റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന നഗരം ചണ്ഡീഗഡാണ്. റോക്ക് ഗാർഡന്റെ ശില്പി നെക് ചന്ദ് ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റോസ് ഗാർഡൻ ചണ്ഡീഗഡിലെ സാക്കിർ റോഡ് ഗാർഡൻ ആണ്. ഇന്ത്യയുടെ റോസ് നഗരം ചണ്ഡീഗഡാണ്. ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡാണ്. ചണ്ഡീഗഡുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന 2 നഗരങ്ങൾ മൊഹാലി, പഞ്ചഗുള. ചണ്ഡീഗഡ്, മൊഹാലി, പഞ്ചഗുള എന്നിവ ചേർന്ന് ട്രൈ സിറ്റി എന്നറിയപ്പെടുന്നു. മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡാണ്. 1966 നവംബർ 1 പഞ്ചാബ് വിഭജിച്ച് ഹരിയാന രൂപീകരിച്ചപ്പോഴാണ് ചണ്ഡീഗഡിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്മോക്ക് ഫ്രീ സിറ്റിയാണ് ചണ്ഡീഗഡ്. അടുത്തത് വരുന്നത് ദാദ്ര നഗർ ഹവേലിയാണ്. ദാദ്ര നഗർ ഹവേലിയുടെ തലസ്ഥാനം സിൽവാസയാണ്. ദാദ്ര നഗർ ഹവേലിയുടെ ഇന്ത്യൻ യൂണിയൻ ഭാഗമായ വർഷം 1961 ആണ്. ദാദ്ര നഗർ ഹവേലി ഏത് ഹൈക്കോടതിയുടെ അധികാരപരിധിയിലാണ് ഉൾപ്പെടുന്നത്? ബോംബെ ഹൈക്കോടതി. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ദാദ്ര നഗർ ഹവേലി. ട്രൈബൽ കൾച്ചറൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സിൽവാസയിലാണ്. അടുത്തത് ദാമൻ ദ്വീപാണ്. ദാമൻ ദ്വീപിന്റെ തലസ്ഥാനം ദാമനാണ്. ദാമൻ ദ്വീപ് കേന്ദ്രഭരണ പ്രദേശമായ വർഷം 1987 ആണ്. ഏറ്റവും ചെറിയ 2ാമത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ദാമൻ ദ്വീപ്. സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദ്വീപ് ആണ്. ഗുജറാത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദ്വീപ് ആണ്. ആദ്യകാലത്ത് ഗോവയുടെ ഭാഗമായിരുന്ന കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദ്വീപ് ആണ്. ദാമൻ ദ്വീപ് കേന്ദ്രഭരണ പ്രദേശം ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? ബോംബെ ഹൈക്കോടതി.